നമസ്കാരം. മലയാളത്തിന്റെ ഗാനഗന്ധർവനാണ് KG യേശുദാസ്. സ്വരമാധുര്യം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ എന്നും ഓർത്തിരിക്കുവാൻ ഒട്ടനവധി ഗാനങ്ങളാണ് അദ്ദേഹം സമ്മാനിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു ഗാനമെങ്കിലും കേൾക്കാതെ നമ്മുടെ ഒരു ദിവസം കഴിഞ്ഞു പോകില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ യേശുദാസിന്റെ വിശേഷങ്ങൾ അറിയാൻ മലയാളികൾക്ക് പ്രത്യേക താല്പര്യവുമാണ്. ഇപ്പോൾ ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തിന്റെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട യേശുദാസിന്റെ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാവുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ വിമാനാപകടത്തിൽ മലയാളിയായ രഞ്ജിതയുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ യേശുദാസിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒന്നല്ല രണ്ട് വിമാന അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട വാർത്തയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതും. ആദ്യത്തേത് 1971 ഇന്ത്യൻ എയർലൈൻസ് വിമാനമാണ്. വിമാനം തിരുവനന്തപുരത്ത് നിന്ന് മധുരയിലേക്ക് പറന്നുയർന്നു. HS748 എന്നായിരുന്നു ആ വിമാനത്തിന്റെ നമ്പർ. അന്നത്തെ യാത്രക്കാരായി യേശുദാസും ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. യാത്രയ്ക്ക് മുമ്പ് അദ്ദേഹം വല്ലാർപാടത്തെ ദേവാലയത്തിൽ പോകാൻ ഇടയായി. ദേവാലയത്തിലെ തിരക്ക് കാരണം അദ്ദേഹത്തിന് പോയി വരാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായി. സമയവും നഷ്ടപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന് ആ ഫ്ലൈറ്റ് നഷ്ടമാവുകയായിരുന്നു ഒടുവിൽ ചെയ്തത്. എന്നാൽ ആ ഫ്ലൈറ്റ് കാട്ടിൽ ഇടിച്ചു വീണ് ആകാശത്ത് വച്ച് തന്നെ അത് അവസാനിച്ചു. ആ വിമാനത്തിലുള്ള എല്ലാ യാത്രക്കാരും മരണം ഏറ്റുവാങ്ങിയിരുന്നു. ദൈവം ആവിഷ്കരിച്ച രക്ഷയാണ് എന്ന് വിശ്വസിച്ചു അന്ന് യേശുദാസ് ആ അപകടത്തെ. പിന്നീട് 1978 എയർ ഇന്ത്യയുടെ അന്താരാഷ്ട്ര ബോയിംഗ് വിമാനം. യാത്രക്കാർക്കൊപ്പം യേശുദാസും ഭാര്യയും മകനും ഉണ്ടായിരുന്നു. ബാഗിൽ കൊണ്ടുവന്ന ഇലക്ട്രിക് ഓർഗൻ ചൂടുപിടിച്ച് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയപ്പോൾ പാക്കേജ് കമ്പാർട്ട്മെന്റിൽ നിന്ന് പുക പടർന്നു. വിമാനം മിഡ് എയറിൽ വലിയ അപകടത്തിലായിരുന്നു ആ സമയത്ത്. ഉടൻ തന്നെ പൈലറ്റ് എമർജൻസി ലാൻഡിംഗ് നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ ആ വലിയ അപകടമാണ് ഒഴിഞ്ഞത്. അങ്ങനെ രണ്ട് വലിയ അപകടങ്ങളിൽ നിന്നാണ് യേശുദാസ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ദൈവം എന്നും തന്റെ കൂടെയുണ്ട് എന്ന് യേശുദാസ് വിശ്വസിക്കുന്നു. ഹരിവരാസനം, വിശ്വമോഹനം, ഈ ശബ്ദം നമ്മളെ ദൈവത്തോടൊപ്പം ചേർക്കുന്ന ഒരു പാലമാണ് എന്ന് തന്നെ പറയാം. വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം.